ഏട്ടത്തി വൈകിട്ട് 2 കണവ തന്നിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല വലിയ കണവയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് ഫ്രൈ ആക്കിയാലോ എന്ന്. പിന്നെ കണവയെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്തു. ഒരു വെറൈറ്റിക്ക് ഞാൻ റിംഗ് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തത്. പിന്നെ ഫ്രൈക്ക് വേണ്ട മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് ഫ്രൈക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരപ്പ് വെട്ടി വെച്ചിരിക്കുന്ന കണവ ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് നിരത്തിയെടുക്കാം. കണവ ആയതുകൊണ്ട് തന്നെ നല്ല പൊട്ടിത്തെറിക്ക് സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്യാം. കണവ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കഴിഞ്ഞിട്ടില്ല. ഇനി സെയിം പാനിലേക്ക് തന്നെ കുറച്ച് സവാള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയോട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കണവയും കൂടി എന്നിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ പൊടികളൊന്നും വേറെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അങ്ങനെ നമുക്ക് ഇനി ഒരു 5 മിനിറ്റ്സ് അരച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കണവ സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ എന്ത് വേണേലും നമുക്ക് വിളിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.